ത്തിന് വേണ്ടി പ്രവർത്തിച്ച എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ച ആത്മാർത്ഥതയുള്ള നമ്മുടെ പ്രവർത്തകന്മാരുണ്ട്. അവരുടെ പ്രവർത്തനം, ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാർ, അവരുടെ പ്രവർത്തനമാണ് ഈ വിജയത്തിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് പങ്കുവഹിച്ചത്. അതുപോലെ തന്നെ അതിനനുസരിച്ച് ഞങ്ങളിൽ വിശ്വാസമർപ്പിച്ച് വോട്ട് ചെയ്ത ജനങ്ങളുണ്ട്. അത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി. പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പരാജയപ്പെടണം, സിപിഎമ്മിന്റെ ഈ ദുർഭരണം അവസാനിപ്പിക്കണം, മാടമ്പിമാരുടെ സംസ്കാരത്തിൽ നിന്നും സിപിഎം നേതൃത്വത്തെ മോചിപ്പിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് വോട്ട് രേഖപ്പെടുത്തിയ ജനങ്ങളുണ്ട്. ആ ജനങ്ങളുടെ മുൻപന്തിയിൽ നിന്നത് ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് വിശ്വസിക്കുന്ന ജനങ്ങൾ തന്നെയാണ്. അപ്പൊ അതോടൊപ്പം തന്നെ നമുക്കറിയാം, പയ്യന്നൂരിലെയും അതുപോലെ തന്നെ തളിപ്പറമ്പിലെയും വിജയം അത് സിപിഎം നേതൃത്വത്തിന്റെ കണ്ണു തുറപ്പിക്കേണ്ട വിജയമാണ്. കണ്ണൂർ എന്ന് പറയുന്നത് സിപിഎമ്മിന്റെ ഏറ്റവും വലിയ ഉരുക്കുകോട്ട എന്നാണ് വിശേഷിപ്പിച്ചത്. ഇന്ത്യയിലെ പാർട്ടി ഗ്രാമങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലുള്ളത് കണ്ണൂർ ജില്ലയിലാണ്. സിപിഎമ്മിന്റെ 2 പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ഉൾപ്പെടെ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുള്ള ജില്ലയാണ് കണ്ണൂർ. അവിടെ തിരുവായ്ക്ക് എതിർവായി ഉണ്ടാവാൻ പാടില്ല എന്നതാണ്. എന്നവരെ ഉന്മൂലനം ചെയ്യുക, പാർട്ടിക്കകത്തായാലും പുറത്തായാലും കൊന്നുകളയുക എന്നൊക്കെയുള്ള സമീപനം, അതിനൊക്കെ മറികടന്ന് സിപിഎമ്മിന്റെ ഉന്നതരായ 2 നേതാക്കന്മാർ പാർട്ടിക്ക് എതിരെ റബലായിട്ട് മത്സരിക്കുന്നതും നമ്മൾ കണ്ടു. കേരളത്തിന്റെ പൊതുരാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ആളുകൾക്ക് വിജയത്തിന്റെ കാരണം കണ്ടെത്താൻ വലിയ പ്രയാസമുണ്ടാവില്ല. കഴിഞ്ഞ 10 വർഷമായി കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതവും ബുദ്ധിമുട്ടും അത് അത്രമാത്രം വലുതാണ് എന്ന് ഈ തെരഞ്ഞെടുപ്പിന്റെ വിജയം കാണുമ്പോൾ തന്നെ ബോധ്യമാകുന്നുണ്ട്. ഇപ്പൊ കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ സിപിഎം പാർട്ടി പഴയകാലത്ത് മൂല്യാധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമെന്ന് ജനങ്ങളെ വിശ്വസിച്ചെങ്കിൽ, ആ പാർട്ടിക്കകത്തെ അണികൾ ആ നിലയിലാണ് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിച്ചെങ്കിൽ, പിണറായിയുടെ ഭരണം ഏത് രൂപത്തിലാണ് അതിനെ കൺവേർട്ട് ചെയ്ത് കൊണ്ടുപോയത് എന്ന് ഇതിന്റെ റിസൾട്ട് കാണുമ്പോൾ കൃത്യമായി ബോധ്യപ്പെടും. അപ്പൊ നമുക്ക് ഇത് കേരളത്തിലെ ജനങ്ങൾ അവരേറ്റെടുത്ത ഏറ്റവും വലിയ രക്ഷാദൌത്യമാണ്. കേരളത്തിലെ ജനങ്ങളെ രക്ഷിച്ചെടുക്കാനുള്ള ഏറ്റവും വലിയ രക്ഷാപ്രവർത്തനമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ വിജയം എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പല കണക്കുകളും പുറത്തു വന്നിട്ടുണ്ട്. അത് വോട്ടിന്റെ കണക്കല്ല, നടത്തിയ വികസന പ്രവർത്തനത്തിന്റെ കോടികളുടെ കണക്കൊക്കെ. കണ്ണൂരിൽ ഒന്നും നടന്നിട്ടില്ല എന്നറിയാം. പലതും ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമമുണ്ടായി, പക്ഷെ ഒന്നും നടന്നിട്ടില്ല. 10 വർഷം എന്ന് പറയുന്നത് കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ്. 10 വർഷം നടത്തിയ പ്രവർത്തനത്തിൽ കണ്ണൂരിന്റെ നിലവിലുള്ള MLA, അദ്ദേഹം മന്ത്രി കൂടിയാണ്, അദ്ദേഹത്തിന്റെ ബോർഡിനകത്ത് 1647 കോടിയാണ്. അതെന്താണ് നമുക്ക് വിശദാംശം അറിയില്ല. എന്നാൽ അഴീക്കോട് പറയുന്നത് 5 വർഷം കൊണ്ട് 5000-ലധികം കോടി എന്നാണ്. അത് ധർമ്മടത്തെത്തുമ്പോൾ 10-20,000 കോടിയൊക്കെ ആവുന്നു. അപ്പൊ ഈ കോടികളുടെ കണക്കല്ലാതെ ഇതിന്റെ ഗുണഫലമൊന്നും ജനങ്ങളിൽ എത്തിയിട്ടില്ല.